Hi everyone, welcome back to your favorite channel School 5. Don't forget to watch our short videos and welcome back again to your favorite channel School 5. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC എക്സാംസിന് സ്ഥിരമായി ചോദിക്കുന്ന ഫുഡ്, അതിലെ വൈറ്റമിൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിഷ്യൻസീസ് എന്തിനൊക്കെ കാരണമാകും എന്നതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ വൈറ്റമിൻ എയിൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് നോക്കാം. സോ വൈറ്റമിൻ എയിൽ വന്നിട്ടുള്ളത് എഗ്, ബട്ടർ, പപ്പായ, ക്യാരറ്റ്, മിൽക്ക്, ലിവർ ആൻഡ് ക്യാബേജ് ആണ്. സോ ഐ റിപ്പീറ്റ്, എഗ്, ബട്ടർ, പപ്പായ, ക്യാരറ്റ്, മിൽക്ക്, ലിവർ ആൻഡ് ക്യാബേജ്. ഇത്രയുമാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ എ: ഫാറ്റ് സോളുബിൾ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നോർമൽ നൈട്രീഷൻ ആൻഡ് ഹെൽത്തി എപ്പിത്തീലിയം, ആൻറ്റി ഇൻഫെക്റ്റീവ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ്. ആൻഡ് ഡെഫിഷ്യൻസി കാരണമാകുന്നത് റിട്ടാർഡ് ഗ്രോത്ത്, നൈറ്റ് ബ്ലൈൻഡ്നസ്, ഡിസീസ് എപ്പിത്തീലിയം, ഡ്രൈ സ്കേലി സ്കിൻ, കോൾഡ്, ബ്രോങ്കൈറ്റിസ് ആൻഡ് ഡയറിയ. ഇത്രയുമാണ് ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി ആണ്. സോ വൈറ്റമിൻ ബിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടൊമാറ്റോ, പൊട്ടറ്റോ, പീനട്ട്, ബനാന ആൻഡ് വെജിറ്റബിൾസ്. ഇത്രയുമാണ് റിച്ച് ഇൻ വൈറ്റമിൻ ബി. സോ ഐ റിപ്പീറ്റ്, ടൊമാറ്റോ, പൊട്ടറ്റോ, പീനട്ട്, ബനാന ആൻഡ് വെജിറ്റബിൾസ് ആണ് റിച്ച് ഇൻ വൈറ്റമിൻ ബി. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബിയുടെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബിയുടെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ ബി: പ്രോപ്പർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആൻഡ് നെർവസ് സിസ്റ്റം. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ ബി. ആൻഡ് ഡെഫിഷ്യൻസി കാരണമാകുന്നത് പെലിഗ്ര, ഗ്ലോസിസ്, ഡെർമറ്റൈറ്റിസ് ആൻഡ് സൈക്കോസിസ് ആൻഡ് ഡയറിയ. ഇത്രയാണ് ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നത്. ആൻഡ് വൈറ്റമിൻ സി ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വൈറ്റമിൻ സിയിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുവ, ടൊമാറ്റോ, ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ് ആൻഡ് എംബ്ലിക്. ഇത്രയുമാണ് വരുന്നത്. ഐ റിപ്പീറ്റ്, ഗുവ, ടൊമാറ്റോ, ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ് ആൻഡ് എംബ്ലിക് ആണ് വരുന്നത്. സോ എംബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയാണ്. സോ എനിക്ക് അത് ഇപ്പം മനസ്സിലായൊരു ടേമാണ്, ഞാൻ ഇപ്പോൾ പഠിച്ചൊരു ടേമാണ്. സോ ആൻഡ് ഇനി വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ സി: ഹെൽത്തി ഗ്രോത്ത്, ഗുഡ് ഗം ആൻഡ് ടീത്ത്, സൗണ്ട് ബ്ലഡ് വെസൽസ്, റാപ്പിഡ് ഹീലിംഗ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫ്ലൂ ആൻഡ് കോൾഡ്. ഇത്രയാണ് വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ്. ആൻഡ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു swollen gum, bursting of blood capillaries. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡി ആണ്. സോ വൈറ്റമിൻ ഡിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്: എഗ്, കോഡ് ലിവർ ഓയിൽ, മിൽക്ക്, ഫിഷ് ആൻഡ് സൺലൈറ്റ് ആണ്. കോഡ് ലിവർ ഓയിൽ എന്ന് പറഞ്ഞാൽ, കോഡ് എന്ന് പറയുന്ന ഒരു ഫിഷിൻ്റെ മലയാളത്തിൽ മീൻ ഗുളിക എന്ന് പറയും. സോ അതാണ്. സോ ഇനി നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് നോക്കാം. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ബോൺ ആൻഡ് ടീത്ത്. ഇത്രയുമാണ് വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ്. ആൻഡ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിക്കറ്റ്, പുവർ ഗ്രോത്ത്, വീക്ക് ടീത്ത് ആൻഡ് ടൂത്ത് ഡിക്കേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ്: ബനാന, ഗ്രീൻ വെജിറ്റബിൾ, സോയാബീൻ, എഗ്, ആൽമണ്ട് ആൻഡ് വീറ്റ് ജേം ഓയിലാണ്. ഐ റിപ്പീറ്റ്, ബനാന, ഗ്രീൻ വെജിറ്റബിൾ, സോയാബീൻ, എഗ്, ആൽമണ്ട് ആൻഡ് വീറ്റ് ജേം ഓയിലാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ നോർമൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെഫിഷ്യൻസി ലീഡ്സ് ടു സ്റ്റെറിലിറ്റി ആൻഡ് മസ്കുലർ പാരാലിസിസ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ കെ ആണ്. സോ വൈറ്റമിൻ കെയിൽ വരുന്ന ഫുഡ് പ്രോഡക്ട്സ് നോക്കാം. ടൊമാറ്റോ, സോയാബീൻസ്, സ്പിനാച്ച്, മീറ്റ്, ടേണിപ്പ് ആൻഡ് ലെറ്റസ്. സോ ഇത്രയാണ് വൈറ്റമിൻ കെയിൽ വരുന്ന ഫുഡ് ഐറ്റംസ്. സോ ഇനി വൈറ്റമിൻ കെയുടെ ഇമ്പോർട്ടൻസ് നോക്കാം. നോർമൽ ബ്ലഡ് കോഗുലേഷൻ ആൻഡ് ലിവർ ഫങ്ഷനിങ്, അതാണ് വൈറ്റമിൻ കെയുടെ ഇമ്പോർട്ടൻസ്. ആൻഡ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഹെമറേജ്. സോ ഇത്രയുമാണ് വൈറ്റമിൻ കെ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1ൽ വരുന്ന ഫുഡ് ഐറ്റംസ്: പീസ്, മീറ്റ്, പൊട്ടറ്റോ, സോയാബീൻ, മിൽക്ക് ആൻഡ് ഹോൾ ഗ്രെയിൻ സെറിയൽസ് ആണ്. സോ ഐ റിപ്പീറ്റ്, പീസ്, മീറ്റ്, പൊട്ടറ്റോ, സോയാബീൻ, മിൽക്ക് ആൻഡ് ഹോൾ ഗ്രെയിൻ സെറിയൽസ് ആണ് വൈറ്റമിൻ B1ൽ വരുന്നത്. സോ വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എഫ് ആണ്. സോ വാട്ടർ സോലുബിൾ ഫോർ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഫോർ ഗ്രോത്ത്, അപ്പറ്റൈറ്റ്, നോർമൽ ഇൻറ്റസ്റ്റൈനൽ ഫംഗ്ഷൻ, നെർവ് ആൻഡ് മസിൽ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസീസ് ലീഡ്സ് ടു ബെറിബറി, ലോസ് ഇൻ വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആൻഡ് ഡിഫക്റ്റീവ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ്. സോ ഇനി അടുത്തത്
നമ്മൾ നോക്കാൻ പോകുന്നത് B2 ആണ്. സോ അത് ജി ആണ്, അതായത് വൈറ്റമിൻ ജി ആണ്. സോ വൈറ്റമിൻ ജിയിൽ വരുന്ന ഫ്രൂട്ട്സ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻ വെജിറ്റബിൾ, കസ്റ്റാർഡ് ആപ്പിൾ, മീറ്റ്, ചീസ്, സോയാബീൻ ആൻഡ് മിൽക്കാണ്. സോ ഇത്രയുമാണ് B2 വരുന്നത്, അതായത് വൈറ്റമിൻ ജി. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഗ്രോത്ത്, ഹെൽത്തി സ്കിൻ, മൗത്ത് ആൻഡ് ഐസ്, ഇതാണ് ഇമ്പോർട്ടൻസ്. ആൻഡ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിട്ടാർഡ് ഗ്രോത്ത്, ഡിവിഷൻ, ഫോട്ടോഫോബിയ, കെരാറ്റിസിസ്, ബ്ലിസ്റ്റേഡ് ടങ് ആൻഡ് പ്രീമച്വർ സെനിലിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് B6 വൈറ്റമിൻ ആണ്. സോ അതിൻ്റെ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് എന്ന് നോക്കാം. ട്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പീസ്, പൾസസ്, ഫിഷ്, മീറ്റ് ആൻഡ് മിൽക്ക് ആണ്. സോ ഐ റിപ്പീറ്റ്, ട്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പീസ്, പൾസസ്, ഫിഷ്, മീറ്റ് ആൻഡ് മിൽക്ക് ആണ് B6 വരുന്നത്. ആൻഡ് B6ൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. വാട്ടർ സോൾബിൾ ഫോർ പ്രോപ്പർ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്, ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ആൻറ്റി എമറ്റിക്. സോ അതിൻ്റെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അനീമിയ, അട്രോഫിക് ലിംബ് ഇഷ്യൂസ്, പുവർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡിസീസസ്. സോ ഇത്രയുമാണ്. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ B12 ആണ്. B12 വരുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് നോക്കാം. എഗ്, മീറ്റ്, ലിവർ, ചീസ് ആൻഡ് മിൽക്ക് ആണ്. ഐ റിപ്പീറ്റ്, എഗ്, മീറ്റ്, ലിവർ, ചീസ് ആൻഡ് മിൽക്ക് ആണ് B12 വരുന്നത്. സോ B12ൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. വാട്ടർ സോൾബിൾ ഫോർ റെഡ് ബ്ലഡ് സെൽസ്, നൈട്രജൻ മെറ്റബോളിസം, ഹെൽത്തി നെർവസ് ടിഷ്യൂ. ഇത്രയുമാണ്. ഡെഫിഷ്യൻസി ലീഡ്സ് ടു pernicious anemia. So ഇത്രയുമാണ്. This is all for today. So don't forget to subscribe, like and share our channel. This is goodbye. Bye.